ഹായ്, കേൾക്കുന്നുണ്ടോ? ഒന്ന് തംസപ്പ് അടിച്ചാൽ മതി കേൾക്കുന്നവർ. ഗ്രേറ്റ്. പ്രവീൺ, ഹൗ ആർ യു? ഞാൻ പ്രവീണിൻ്റെ പേരെടുത്ത് പറയുന്നുണ്ട്, ആർക്കും വിഷമമൊന്നും വിചാരിക്കണ്ട. കാരണം പ്രവീണാണ് ലാസ്റ്റ് സെഷനിൽ നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്തത്. പ്രവീൺ, കേൾക്കാമോ? Am I audible? Audible ആണ്. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, ലാസ്റ്റ് സെഷനിൽ ഇല്ലാതിരുന്ന ആൾക്കാരൊന്ന് തംസപ്പ് അടിക്കാമോ? ഇല്ലാതിരുന്ന ആൾക്കാർ. ഓക്കെ, മിഹാജ്, ബാസിൽ, റജീന, ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നോ? അനക, RDFBL, ഗുഡ് നെയിം, ശ്യാം. ഓക്കെ, ഗ്രേറ്റ്. ഇനി ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. അതായത് ഒരു ഇൻട്രാക്ഷൻ സെക്ഷനായിട്ട് കണ്ടാൽ മതി. അതൊരു ഞാനിവിടെ ഇരിക്കാനായിട്ട് പെർഫോമൻസ് മാർക്കറ്റിനെ പറ്റിയോ അല്ലെങ്കിൽ അതിന് വേണ്ടി കാര്യങ്ങളെ പറ്റി സംസാരിക്കുക. ഓക്കെ, പലതും നിങ്ങൾ എന്ത് ചെയ്യും, ഓർമ്മിക്കും, പലതും മറന്നു പോകും. അതിന് വേറെ ഒരു ഇൻട്രാക്ഷൻ ആണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് എനിക്കറിയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്ത് തരിക എന്നുള്ളതാണ് ഈ വെബിനാറിൻ്റെ ഉദ്ദേശം. വളരെ കുറച്ച് സമയം എടുക്കത്തുള്ളൂ. നമുക്ക് 30 to 40 മിനിറ്റ്സ് മാത്രം ഇന്ന് ഇങ്ങനെ സെഷൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. എവറി വീക്ക് ഒരു 2 വീക്സാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അത് എവറി വീക്കിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ പാർട്ടിസിപ്പൻസ് അനുസരിച്ചിരിക്കും. പാർട്ടിസിപ്പൻസ് കൂടുമ്പോൾ പറഞ്ഞു കേട്ടിട്ടില്ലായിരുന്നോ, സംഭാവന ഗംഭീരമായ പരിപാടിയും ഗംഭീരമാവും എന്നുള്ളത്. അപ്പോൾ എൻ്റെ സംഭാവന നിങ്ങളുടെ പാർട്ടിസിപ്പൻസാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഇൻട്രാക്ട് ചെയ്യുക. ഇതിൽ എത്ര പേര് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചവരുണ്ട്? ഓക്കെ, ഗ്രേറ്റ്. ബാസിൽ, അനകാജയൻ, പ്രവീൺ, വിശാദ്. ഓക്കെ, കൂൾ. അപ്പോൾ ഒരുവിധ ആൾക്കാർക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചവരാണ്. അപ്പോൾ എന്താണ് പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് അറിയാത്തവരല്ല. ആർക്കും പറയാൻ പറ്റുമോ നിങ്ങൾ മനസ്സിലാക്കിയ പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്താണെന്ന്? കാരണം ഇപ്പോൾ പ്രവീണോട് ചോദിക്കേണ്ട ആവശ്യമില്ല, കാരണം പ്രവീൺ കഴിഞ്ഞ വട്ടം പറഞ്ഞിട്ടുണ്ട്. എനിവൺ എൽസ്? മൈക്ക് ഓണാക്കി സംസാരിച്ചോളൂ. എന്താണ് ഈ പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്നുള്ളത്? റണ്ണിങ് ആഡ്സ്. ഓക്കെ, സംസാരിച്ചോളൂ. ഇവിടെ നമ്മൾ ആരും അന്യരല്ല. പെർഫോമൻസ് മാർക്കറ്റിംഗ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് കോണ്ടന്റ്, പിന്നെ അതേപോലെ തന്നെ നെറ്റ, പിന്നെ അതിൽ വരുന്ന എഡിറ്റ്സ് കാര്യങ്ങളൊക്കെ പാടായിട്ട്. അപ്പോൾ ഓരോന്നും ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പറഞ്ഞാൽ ഓരോന്നും ഓരോ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ പെർഫോമൻസ് മാർക്കറ്റിംഗ് കുറച്ചും പാടി ആക്റ്റീവായിട്ട് നമുക്ക് സോഷ്യൽ രീതിയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് നമുക്ക് കണ്ടന്റും കാര്യമൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരുപാട് മാർക്കറ്റിംഗ് ചെയ്യുന്ന രീതിയാണ് ഞാൻ അറിഞ്ഞെടുത്തോളം പെർഫോമൻസ് മാർക്കറ്റിംഗ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഗ്രേറ്റ്. ഇയാളുടെ പേരെന്താ? എൻ്റെ പേര് റിസ്വാൻ. ഓക്കെ, കോളി റിസ്വാൻ. ഓക്കെ, റിസ്വാൻ പറഞ്ഞതിൽ നിന്ന് വിഭിന്നമായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? സംസാരിച്ചോളൂ കേട്ടോ. ഇതൊരു ഇൻട്രാക്ഷൻ സെക്ഷനായിട്ടാണ് ഞാൻ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. എനിവൺ? നിങ്ങൾ മാറിയിരിക്കേണ്ട ആൾക്കാരല്ല. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞോളൂ. അതായത് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച ആൾക്കാരല്ല. ബേസിലുണ്ട്, നിസാമുദ്ദീൻ, അനക. ഓക്കെ, അവരെല്ലാം ഉണ്ട് ഇവിടെ. സോ സംസാരിച്ചോളൂ. ശ്രീരാഗ്, ആർക്കൊന്നും സംസാരിക്കാനില്ലേ? നിങ്ങളവിടെ ഉണ്ടോ? ചില ആളുകളെ ഇതിങ്ങനെ ചവിട്ടിൽ വെച്ചിട്ടേ കേട്ടുകൊണ്ടിരിക്കും. ഓക്കെ, ശ്രീരാഗ് പറഞ്ഞോളൂ. എന്താണ് പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്നറിയോ? ഇത് പഠിച്ചല്ലേ? ഓക്കെ, ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. ഈ പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് ആഡ് കണ്ടിട്ടായിരിക്കുമല്ലോ നിങ്ങൾ ഇതിലൊന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. സോ പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവും അല്ലേ? ഒരു ഹൈ പെയ്ഡ് സെക്ഷനാണ്. അതായത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലെ ഒരു മെയിൻ ഹെഡ് അല്ലെങ്കിൽ എന്താണോ കമ്പനികൾക്ക് വേണ്ടത് അവർക്ക് റവന്യൂ
ROI റവന്യൂ ഉണ്ടാക്കാനുള്ള ഒരു മാർഗ്ഗമാണ് പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതൊരു സ്പോണ്ടോണിയസ് റിസൾട്ട് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ലീഡ് റൺ ചെയ്യുന്നില്ലേ, അത് പെർഫോമൻസ് മാർക്കറ്റിംഗിൽ പെട്ടതാണ്. കുറച്ചുകൂടി സിമ്പിളായി പറഞ്ഞാൽ 1000 രൂപ മെറ്റയ്ക്ക് കൊടുക്കുമ്പോൾ 2000 രൂപ കമ്പനിക്ക് കിട്ടണം. അതാണ് പെർഫോമൻസ് മാർക്കറ്റിംഗിന് സിമ്പിൾ വേർഡ്. അതിൽ റിസ്വാൻ കുറച്ച് ഡീപ്പായിട്ട് പറഞ്ഞു, അതായത് ഒന്നുകൂടി ആഴത്തിൽ ഇറങ്ങിയെന്ന് പറഞ്ഞു. അതെ, ഇതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ സെഷനിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഞാൻ കുറച്ച് ടേംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റിങ്ങിൽ. പെർഫോമൻസ് മാർക്കറ്റിംഗ് മാത്രം പഠിക്കാനാണെങ്കിൽ നിങ്ങളിവിടെ ഈ ഗൂഗിൾ മീറ്റിൽ വരേണ്ട ആവശ്യമില്ല. സോ എൻ്റെ ഉദ്ദേശം അതല്ല. എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ എന്താണ് മാർക്കറ്റിംഗ് എന്നും ഒരു കമ്പനി നിങ്ങളുടെ അടുത്തേക്ക് എത്തുമ്പോൾ അവരുടെ പ്രൊഡക്റ്റോ സർവീസോ എന്താവട്ടെ അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളിലേക്ക് സമീപിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് ബേസിക് സംഗതികളുണ്ട്. കാരണം ഒരു പെർഫോമൻസ് മാർക്കറ്റർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പോസ്റ്റ്മാൻ അല്ല. പോസ്റ്റ് കിട്ടുന്നു, ഇമേജ് കിട്ടുന്നു, അതുകൊണ്ട് പോസ്റ്റ് ചെയ്യുന്നു, അതിന് ഹാഷ്ടാഗ് കൊടുക്കുന്നു, അതിന് ലീഡാണെങ്കിൽ ലീഡ് ചെയ്യുന്നു, എൻഗേജ്മെൻ്റ് ആണെങ്കിൽ എൻഗേജ്മെൻറ്റ് ചെയ്യുന്നു, അതിനപ്പുറത്തേക്ക് റീച്ച് ആണെങ്കിൽ റീച്ച് കൊടുക്കുന്നു, ആ ഒരു ടാർഗറ്റ് ഏരിയയിലേക്ക് ഡെമോഗ്രാഫിക് എന്ന് പറയും, ഏജ്, സെക്സ്, ലൊക്കേഷൻ, ഈ സംഗതികൾ വെച്ചിട്ട് നിങ്ങൾ ആ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പോസ്റ്റോ അല്ലെങ്കിൽ വീഡിയോയോ ഒരു കോണ്ടൻറ്റോ. കേൾക്കണില്ലേ? ആണോ? ഇപ്പോൾ ക്ലിയർ ആണോ? ഓക്കെ, താങ്ക് യു. ഇഷ്ടത്തൊന്ന് മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു. അപ്പോൾ പറഞ്ഞു തന്നത് ഫ്ലോ അങ്ങ് പോയി. ഓക്കെ, സോ ഇപ്പോൾ എൻഗേജ്മെൻറ്റ്, റീച്ച്, ലീഡ്, ഇതെല്ലാം നമുക്ക് ഡെമോഗ്രാഫിക് വെച്ചിട്ട് നമ്മൾ ചെയ്യുക. അതായത് ഏജ്, സെക്സ്, ലൊക്കേഷൻ, നമ്മൾ ഏത് ലൊക്കേഷനിലാണ് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ഉള്ളത്, അത് ഏത് സെക്സിൽപ്പെട്ട ആൾക്കാരാണ്, മെയിലാവാം ഫീമെയിൽ ആവാം, ഏജ് കാറ്റഗറി ഏത് ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാർക്കാണ് പോകേണ്ടത്. ഇതൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കും നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ജോലി ചെയ്യുന്ന, ചിലപ്പോൾ നിങ്ങൾ സ്റ്റുഡൻ്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അതല്ലെങ്കിൽ ഓൾറെഡി ഈ ഒരു പ്രൊഫഷനിലുള്ള ആളുകളായിരിക്കാം. ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട്, അതായത് നമ്മുടെ അടുത്തൊരു പ്രൊഡക്റ്റ് ഉണ്ട്, ഒരു സർവീസ് ഉണ്ട്. ആ പ്രൊഡക്റ്റോ സർവീസോ സ്പോണ്ടോണിയസ് റിസൾട്ട്, അതായത് നിങ്ങൾ കാണുന്ന പല ആടുകളും, ഒരുവിധം ആടുകളും എല്ലാം പെർഫോമൻസ് മാർക്കറ്റിംഗിൽ പെട്ടതാണ്. പക്ഷേ അത് പഠിപ്പിക്കുക എന്നുള്ളതല്ല എൻ്റെ ഇന്നത്തെ വെബിനാറിൻ്റെ ഉദ്ദേശം. ഇത് സെഷൻ 2 ഫസ്റ്റിലെത്തത് യൂട്യൂബിലുണ്ട്, നിങ്ങൾ പങ്കെടുക്കാത്ത ആൾക്കാർക്ക് അത് കേൾക്കാം. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ ഇങ്ങനെ കിടന്ന് കളിക്കും. അപ്പോൾ അടുത്തൊരു സെഷനിലേക്ക് പോകാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും ഇമോഷണൽ മാർക്കറ്റിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും? എനിവൺ? ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ വീണ്ടും പറയുകയാണ്, അതായത് മാർക്കറ്റിംഗ് എന്താണെന്ന് അറിയണം. മാർക്കറ്റിംഗ് ഒരുപാട് ടേംസ് ഉണ്ട്, കുറച്ചെങ്കിലും ആ ടേംസുകൾ മനസ്സിലാക്കണം. ഓക്കെ, ടെക് പരമായിട്ടുള്ള കുറച്ച് അറിവുകൾ ഉണ്ടായിരിക്കണം. ഇതെല്ലാം ഉള്ള ഒരാൾക്കാണ് ഒരു പെർഫോമൻസ് മാർക്കറ്റിങ്ങിലേക്ക് പെർഫോമർ മാർക്കറ്റിങ്ങിലായിട്ട് മാറാൻ പറ്റും. അതാണ് ഒരു ഹൈ പെയ്ഡ് ജോലിയാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സെക്ഷനിലുള്ള ഒരു ഹൈ പെയ്ഡ് ജോലിയാണ് പെർഫോമർ മാർക്കറ്റർ എന്ന് പറയുന്നത്. ആർക്കെങ്കിലും അറിയോ എന്താണ് ഇമോഷണൽ മാർക്കറ്റിംഗ് എന്നുള്ളത്? ആരെയും കേട്ടിട്ടുണ്ടോ ആ വേർഡ് ഇമോഷണൽ മാർക്കറ്റിംഗ്? കേട്ടിട്ടുണ്ട് സാറേ. ഓക്കെ, റിസ്വാൻ? കേട്ടിട്ടുണ്ട്. പക്ഷെ എന്താന്ന് വെച്ചാല് ഞാൻ അറിഞ്ഞെടുത്തോളം നമുക്ക് ഒരു പോസ്റ്റർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു റീൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഒരു എന്താ പറയാ അക്കാര്യം സിമ്പതി പിടിച്ചു പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു പോസ്റ്റർ ആണെങ്കിൽ റീലാണെന്നുണ്ടെങ്കിൽ ഒരു കഥ പറയുന്ന രീതിയിൽ കൊടുക്കുന്ന ക്രിയേറ്റ് ചെയ്യുന്നതിനാണോ ഇമോഷണൽ മാർക്കറ്റിംഗ് അർത്ഥമാക്കുന്നത്? ഓക്കെ, വെരി ഗുഡ്. കേട്ടില്ല, എന്താണ് റാഷി? പ്രൊഡക്റ്റിനെ ഫോക്കസ് ചെയ്യാതെ ആൾക്കാരുടെ ഫീലിംഗ്സ് വെച്ച് ടാർഗറ്റ് ചെയ്യണേ. ഇമോഷനും ഫീലിംഗ്സും, നോട്ട് ജസ്റ്റ് ഓൺലി പ്രൊഡക്റ്റ്. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. എനിവൺ? പ്രവീൺ? എന്താ പറ്റി? പ്രവീൺ അവിടെ ഇല്ലേ? സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണോ പ്രവീൺ? റിസ്വാൻ അല്ലെങ്കിൽ റാഷിദ്, നിങ്ങൾ കണ്ടിരിക്കുന്ന ഒരു ഇമോഷണൽ ആഡിനെ പറ്റി പറയാമോ?
നിങ്ങൾ രണ്ടുപേരും കാരണം കറക്റ്റായിട്ടുള്ള കാര്യമാണ്. കാരണം ഇമോഷൻസ് വെച്ചിട്ട് എമ്പതി, സിമ്പതി, ഹാപ്പിനെസ്, ജോയ്സ്, സാഡ്, സോറോ ഇതെല്ലാം വെച്ചിട്ടുള്ള മാർക്കറ്റിംഗാണ് ഇമോഷണൽ മാർക്കറ്റിംഗ്. പറഞ്ഞ കാര്യം കറക്റ്റാണ്. നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറി വരുന്ന ഒരു ആഡ് പറയാമോ? ഏടല്ല വരുന്നത്, നമ്മളെ ഹൃദയം തന്നെ ഫീലിംഗ് ഇല്ലേ. നമ്മളെ പ്രണവ് മോഹൻലാല് അവര് എന്താ പറയാ, എല്ലാരും അതിൽ ഫോട്ടോഗ്രാഫിന്റെ അവര് ഇത് പറയുന്നുണ്ട്, ബ്ലൂട്ടൻ തന്നെയായിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫിന്റെ കാര്യങ്ങൾ പറയും. അതായത് കുറച്ച് പേരടങ്ങുന്ന ഒരു കല്യാണം, നമ്മളെ പൃഥ്വിരാജും കാര്യങ്ങളൊക്കെ അവരെ കല്യാണമൊക്കെ അങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഫിലിമില്. അപ്പോ അതില് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മൊമെന്റ്സുകളുണ്ട് നമുക്ക് ഓർത്തിരിക്കാനും. പിന്നെ മെയിനായിട്ട് മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഓർമ്മകളാണ് എല്ലാതും ഓർത്തിരിക്കാൻ, നല്ല നല്ല മെമ്മറീസ്, മെമ്മറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം അതാണ് പെട്ടെന്ന് എനിക്ക് ആഡ് പറഞ്ഞ. നമ്മളിപ്പോൾ ആഡിനെ പറ്റിയാണല്ലോ സംസാരിക്കുന്നത്. നമ്മൾ സിനിമകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് പടങ്ങളുണ്ട്, നമ്മുടെ ഇമോഷണലി ടച്ച് ചെയ്ത് ഒരുപാട് പടങ്ങളുണ്ട്. കാഡ്ബറിയുടെ അവര് ആഡ് ചെയ്യണം മറ്റേ സ്നേഹത്തിന്റെയും ലവിന്റെ ഇതാക്കി അങ്ങനെ ചില ആൾക്കാരുടെ ഇമോഷൻ പ്രണയത്തിന്റെ. ഓക്കെ, പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്ടത്തിന് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ആർക്കെങ്കിലും വേറെ തിരൂരിലുള്ള ഫാമിലി ഇല്ലേ, ഫാമിലി വെഡിങ് സെന്റർ, അതെ, അതിന്റെ ക്യാപ്ഷൻസ് അല്ലേ. അതായത് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. അത് നല്ലൊരു കോപ്പിയാണല്ലേ, നമ്മളതിന് കോപ്പി എന്ന് പറയും. ഓക്കെ, ഗുഡ്. അതല്ലാതെ വേറെ ഏതെങ്കിലും? കൊക്കക്കോളയുടെ ജോയ് ആൻഡ് ഫ്രണ്ട്ഷിപ്പിനെ ഫോക്കസ് ചെയ്താണ് കൊക്കക്കോള. ഓക്കെ, മുഹമ്മദ് അസീബ്, സൺലൈറ്റ്. ക്ലിയർ ആയില്ല ഹസീബ്. ടെസ്റ്റിമോണിയൽസ്, സ്റ്റുഡൻസ് ടെസ്റ്റിമോണിയൽസ്, യെസ്. ഹോസ്പിറ്റലാണെങ്കിൽ അവിടുന്ന് സുഖമായിട്ടുള്ള ആൾക്കാരുടെ, യെസ്, ദാറ്റ്സ് വാട്ട്. ഹസീബാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ആഡ് എന്നുള്ള രീതിയിലേക്ക് ഇമോഷണലായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. റാഷിദ് പറഞ്ഞിരിക്കുന്നത് കുറേ കൂടി നമുക്ക്. റാഷിദ് എത്ര വയസ്സായി? 21. ഓക്കെ, ഗുഡ്. ഓക്കെ, ഗുഡ്, കൂൾ. ഹസീബ് പറഞ്ഞോളൂ. അതല്ല ഈ പ്രോട്ടോടൈപ്പ് ഒക്കെ സോഫ്റ്റ്വെയറിന്റെ കുട്ടികളെ പഠിക്കുന്ന നമ്മള് ടെസ്റ്റിമോണിയൽസ് റിവ്യൂസ് ഒക്കെ ആയിട്ട് കൊടുക്കില്ലേ, നമ്മള് ഒരു സങ്കടത്തിൽ നിന്ന് വന്നിട്ട് നമ്മളൊരു നെഗറ്റീവ് മൂഡായി പോയി നമുക്ക് പെട്ടെന്ന് ആൾക്കാരെ എൻഗേജ് ആവും, ഇമോഷണൽ ആയിട്ടുള്ള പെട്ടെന്ന് എൻഗേജ് ആവാൻ അതൊരു സത്യമാണ്. ആൾക്കാർക്ക് തെറ്റുള്ളൊരു ഉണ്ടാവാനായിട്ട് കണ്ടു. ഓക്കെ, ഗുഡ്. അപ്പോൾ ഞാൻ ഇനി നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. വേറെ ആൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഹസീബ് ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്തോളൂ. താങ്ക് യു. വേറെ ആൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എനിവൺ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്? ആർക്കൊന്നും പറയാനില്ല. ഓക്കെ, ഞാൻ നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഇമോഷണൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞതിൻ്റെ പല വിധത്തിലുള്ള എക്സാമ്പിൾസ് ഇവിടെ ഇപ്പോൾ റാഷിദ് പറഞ്ഞു, റിസ്വാൻ പറഞ്ഞു, ഹസീബ് പറഞ്ഞു. ഓക്കെ, എല്ലാവരും അവരുടെ ആസ്പെക്ട്സിൽ, അതായത് അവരുടെ പെർസ്പെക്റ്റീവ്സിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞു. അവർ പറഞ്ഞതിലെല്ലാം കാര്യമുണ്ട്. ഇമോഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പ്രശ്നം കണ്ടെത്തിയിട്ട് അതിൻ്റെ സൊല്യൂഷൻ ഡയറക്റ്റ് പറയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ആ പ്രശ്നമുള്ള ആളായിരിക്കും. കാരണം നമ്മൾ കൊടുക്കുന്ന സൊല്യൂഷൻ ആർക്കാണ് ആവശ്യമുള്ളത്? സൊല്യൂഷൻ വേണമെങ്കിൽ എന്ത് വേണം? പ്രശ്നം വേണം അല്ലേ? സൊല്യൂഷൻ കൊടുക്കണമെങ്കിൽ പ്രശ്നം വേണം. അപ്പോൾ ഇമോഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്താണോ പ്രശ്നം, അതിൻ്റെ സൊല്യൂഷൻ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നിടത്ത് ആ സൊല്യൂഷൻ ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഫോൺ എടുത്ത് നോക്കിയാൽ മതി, പല ആളുകളും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ സ്ക്രീൻഷോട്ട് നോക്കിയിട്ട് ചിലപ്പോൾ യാത്ര ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും. അപ്പോൾ യാത്രയുടെ വ്ളോഗുകൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും. എന്നെപ്പോലെ മുടിയില്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഈ ട്രാൻസ്പ്ലാന്റേഷനും അങ്ങനെയുള്ള ഒരുപാട് മെത്തേഡ്സ് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും. അതായത് ഒരു മനുഷ്യൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞിട്ട്, അവൻ എന്താണോ ആവശ്യം എന്ന് കണ്ടറിഞ്ഞിട്ട് അതിന് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതൊരിക്കലും എന്താവില്ല, ആളെ മനസ്സിൽ നിന്ന് മറന്നു പോകില്ല. അത് നിരന്തരം കാണുമ്പോൾ അത് ഒരു മനുഷ്യൻ്റെ മനസ്സിൽ രജിസ്റ്റർ ആവുകയാണ്. ഇപ്പോൾ ഫാമിലിയുടെ കാര്യം പറഞ്ഞു, റിസ്വാനാണെന്ന് തോന്നുന്നു പറഞ്ഞത്. തിരൂർ ഫാമിലിക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്, ഒരു ബ്രാഞ്ചാണ് തിരൂരുള്ളത്. ഓക്കെ, എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ ഫാമിലിക്ക് അറിയാമെന്നുള്ള കോപ്പി, അത് റിസ്വാനെ പെട്ടെന്ന് അതിനെ പറ്റിയിട്ട് ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ അത് അത്രത്തോളം റിസ്വാൻ്റെ മനസ്സിലേക്ക് വന്നൊരു ക്യാപ്ഷനാണ്. അല്ലേ റിസ്വാൻ? അങ്ങനെയല്ലേ? അതെ.
അപ്പോൾ അത് നിരന്തരം കാണുന്നത് കൊണ്ടാണ്, അതായത് ആ ഹോർഡിങ്ങിൽ അത് വന്നതുകൊണ്ട് എൻ്റെ ഇഷ്ടം എൻ്റെ ഫാമിലിക്ക് അറിയാം എന്ന് പറയുമ്പോൾ അവരൊരു ബ്രാൻഡ് പോലെ അവിടെ പ്ലേസ് ചെയ്തു. നല്ലൊരു കോപ്പിയാണത്. ഇമോഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇമോഷണൽ ട്രിഗർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ പെൺകുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ പോട്ടെ എനിവൺ, ഇപ്പോൾ അങ്ങനെ ജെൻഡർ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ആണാവട്ടെ പെണ്ണാവട്ടെ, ഇപ്പം ആക്നെയുള്ള ആൾക്കാരുണ്ടാവും, മുഖത്തൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. അവർ ഇതിനുള്ള സൊല്യൂഷൻ നോക്കി നടക്കുമ്പോൾ ആ സൊല്യൂഷനുള്ള പരിഹാരം ഏത് സ്കിൻ കെയർ ക്ലിനിക്കാവട്ടെ, ഏത് എസ്തെറ്റിക്സ് ക്ലിനിക്കാവട്ടെ അവർ ഓഫർ ചെയ്യുമ്പോൾ ആ ക്ലിനിക്ക് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ഇമോഷണൽ മാർക്കറ്റിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്ന ഒരു പ്രശ്നം, ഒരു പ്രയാസം, അതിനുള്ള പരിഹാരം ഞങ്ങളുടെ അടുത്ത് ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മളടക്കമുള്ള ആളുകൾ, ഞാനടക്കമുള്ള എല്ലാവരും അതൊന്ന് നോട്ട് ചെയ്ത് വെക്കും, ആ നമ്പർ നോട്ട് ചെയ്ത് വെക്കും. അത് ഓർമ്മിക്കാൻ പറ്റുന്ന പേരാണെങ്കിൽ ആ പേര് ഓർമ്മിക്കാൻ ശ്രമിക്കും. ഇത് തന്നെ ആയിരിക്കും നമ്മളൊരു പക്ഷേ നാളെ സിനിമ കാണാൻ വേണ്ടി പോകുമ്പോൾ സിനിമയിൽ തിയേറ്ററിൽ സാധനം ഉണ്ടാവും, നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, അത് ഓർമ്മിക്കും. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ റീലെടുത്ത് നോക്കുമ്പോൾ അവിടെയും കാണുന്നത് തന്നെ, അത് നമ്മൾ ഓർമ്മിച്ച് വെക്കും. നമ്മൾ പതിയെ 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 കൺവേർട്ട് ആവുകയാണ്. അതായത് ഈ ആഡ് കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നം കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾക്ക് അതിനുള്ള പരിഹാരം ഒരു സിംഗിൾ വേർഡിലൂടെ അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ രീതിയിൽ മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ആഡ് പ്ലേസ് ചെയ്യുന്ന ഏത് കമ്പനിക്കും നമ്മൾ എന്ത് ചെയ്യാണ്, അത് നമ്മൾ മനസ്സിലേക്ക് രജിസ്റ്റർ ചെയ്യുകയാണ് കമ്പനിയുടെ പേര്. ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പെപ്സി, കൊക്കക്കോള ഒക്കെ പറഞ്ഞു, ഇവിടെ നേരത്തെ കൊക്കക്കോളയുടെ ജോയിനെ പറ്റി പറഞ്ഞു, ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും ഇത്രത്തോളം മൾട്ടി ബില്യൺ ഡോളറിൻ്റെ കമ്പനികളായിട്ടും ഇപ്പോഴും അവർ ആഡ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഈ ഇമോഷണൽ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ്. വി ഷുഡിൻ ഫെയ്ഡ് അവേ ഫ്രം അവർ ടാർഗറ്റ് ഓഡിയൻസ്. നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണോ അവരിലേക്ക് വീണ്ടും വീണ്ടും, അത് ഈ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ എന്ത് ചെയ്യില്ല, കൺവേർട്ട് ആവില്ല അവർ, പക്ഷേ ദേ വിൽ ഗീവ് എ ട്രൈ. നിങ്ങളൊരു പെർഫോമൻസ് മാർക്കറ്റർ ആണെങ്കിൽ നിങ്ങളുടെ ജോലി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിനെ ആ സാധനം മേടിക്കാൻ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ഒരുപാട് സെഷൻസ് അവിടെ ഉണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കിൻ കെയർ ക്ലിനിക്ക് ആണെങ്കിൽ ആ സ്കിൻ കെയർ ക്ലിനിക്കിൽ ആളുകളെ എത്തിക്കുക എന്നുള്ളതാണ് ഒരു പെർഫോമർ മാർക്കറ്റുടെ കഴിവ്. ആ ആളുകൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഡോക്ടേഴ്സ്, അവിടെ റിസപ്ഷൻ നന്നാവണം, ഡോക്ടേഴ്സ് നന്നാവണം, അവിടെ അവർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ നന്നാവണം, ഇതിനൊക്കെ പുറമെ കോസ്റ്റ് എഫക്റ്റീവ് ആവണം, ഈസി ആക്സസബിൾ ആയിരിക്കണം ലൊക്കേഷൻ. അങ്ങനെ ഒരുപാട് അനുബന്ധ ഘടകങ്ങൾ അവിടെ ഉണ്ട്. ഒരാൾ അവിടെ എത്തിക്കുന്നതോടു കൂടിയാണ് പെർഫോമർ മാർക്കറ്റുടെ ജോലി കഴിയുന്നത്. അത് കഴിഞ്ഞുള്ളത് നിങ്ങളുടെ ജോലിയല്ല. ഓക്കെ, സോ ഇമോഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പ്രൊഡക്റ്റ്, ഒരു സർവീസ്, ഇപ്പോൾ നിങ്ങൾ ഫ്രീലാൻസായി ചെയ്യുന്ന ആളുകളുണ്ടാവും, കമ്പനികൾക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും, നിങ്ങൾ പഠിക്കുന്ന ആൾക്കാരുണ്ടാവും. ഒരു പ്രൊഡക്റ്റ് ഒരു സർവീസ് നിങ്ങളിലേക്ക് എത്തുമ്പോൾ, നിങ്ങളിലേക്ക് ഒരാൾ അപ്രോച്ച് ചെയ്യുകയാണ്, അതൊക്കെ എനിക്കിതൊന്ന് മാർക്കറ്റ് ചെയ്ത് തരണം, എനിക്കൊന്ന് ലീഡ് റൺ ചെയ്ത് തരണം, എൻ്റെ അടുത്ത് ഈ സർവീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം എനിക്ക് സ്കിൻ കെയർ ക്ലിനിക്ക് ഉണ്ട്. സ്കിൻ കെയർ ക്ലിനിക്ക് എനിക്ക് എൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് ഇതൊക്കെയാണ്. എൻ്റെ USP എന്താണെന്ന് അറിയോ ആളുകൾക്ക്? ഇവിടെ ഇരിക്കുന്ന ആൾക്ക് റിസ്വാൻ, റാഷിദ്, എന്താണ് USP എന്ന് അറിയോ? കേട്ടില്ല? എക്സാക്ട്ലി. എനിവൺ എൽസ്? അതൊന്ന് പറഞ്ഞു കൊടുത്ത റാഷിദ്, എന്താണ് യൂണിക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ? അവിടെ മെയിൻ അവരുടെ ഫീച്ചർ ഹൈലൈറ്റ് ചെയ്ത്, എക്സാക്ട്ലി, അതാണ് USP. അതായത് എന്തൊക്കെയാണ് ഞങ്ങളുടെ മറ്റുള്ളവരിൽ നിന്ന് ഞങ്ങളെ വ്യത്യസ്തരാക്കുന്നത് എന്താണ് എന്ന് സംസാരിക്കുന്നതാണ് USP എന്ന് പറയുന്നത്. USP എല്ലാ കമ്പനികൾക്കും ഉണ്ടാവും, ഏതൊരു ഫേമിന് ഒരു USP ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സ്കിൻ കെയർ ക്ലിനിക്ക്, ആ സ്കിൻ കെയർ ക്ലിനിക്കിലേക്ക് ആളുകൾ എത്തിക്കണം. നിങ്ങളൊരു ഫ്രീലാൻസർ ആവട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഡിജിറ്റൽ മാർക്കറ്റർ ആവട്ടെ. നമ്മളിത് ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു കോമ്പറ്റേറ്റീവ് സ്റ്റഡി നടത്തണം, ഒരു ഫീസിബിലിറ്റി സ്റ്റഡി നടത്തണം. അതൊരു പക്ഷേ അതിനുള്ള എക്സ്പീരിയൻസോ അതല്ലെങ്കിൽ അതിനുള്ള മറ്റുള്ള ഉപകരണങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സമയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിനുള്ള റിസോഴ്സ് ഉണ്ടാവില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് ChatGPT ചോദിച്ചാൽ ChatGPT പറഞ്ഞുതരും. അതായത് ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്, ഇന്ന സ്ഥലത്തുള്ള സ്കിൻ കെയർ ക്ലിനിക്കുകൾ, ഇന്നാണ് സർവീസ് ഓഫർ ചെയ്യുന്ന സ്കിൻ കെയർ ക്ലിനിക്കുകൾ എന്തൊക്കെയുണ്ട്, അവരെവിടെയൊക്കെയാണുള്ളത്. അത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് പേരുകളെല്ലാം നിങ്ങളെ കൈ കിട്ടും. ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ.
എല്ലാ പേരുകളും ഇത് എല്ലാ കമ്പനിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ആ പേരുകൾ മുഴുവൻ നിങ്ങളെ കയ്യിൽ കിട്ടും. എന്നിട്ട് ആ പേര് വെച്ചിട്ട് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുക. ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തതിന് ശേഷം അവരുടെ റിവ്യൂ ഉണ്ടാവും. ആ റിവ്യൂ പോയി നോക്കുക. അപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടും ഈ കമ്പനിയെ പറ്റി. അത് ഞാൻ ചെയ്യാൻ പോകുന്ന, ഞാൻ സർവീസ് കൊടുക്കാൻ പോകുന്ന കമ്പനിയെ പറ്റി നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. അത് വെച്ചിട്ട് നിങ്ങൾ സോട്ട് അനാലിസിസ് ചെയ്യണം. SWOT അറിയോ എന്താണ് സോട്ട് എന്നുള്ളത്? സ്ട്രെങ്ത്, വീക്ക്നെസ്, പിന്നെ ത്രെറ്റ്. ഓക്കെ, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ എന്തൊക്കെയാണെന്നുള്ളത്? അവരുടെ സ്ട്രെങ്ത് എന്താണെന്നും വീക്ക്നെസ്സും എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ആ കമ്പനി, പിന്നെ അവിടെ മെയിൻ ചാലഞ്ച് എന്താണ്. ഗ്രേറ്റ്. എനിവൺ എൽസ്? ആർക്കെങ്കിലും ഇതിന് അതിൽ കൂടുതൽ പറയാനുണ്ടോ? ആരെങ്കിലും സോർട്ട് ചെയ്തിട്ടുണ്ടോ? റാഷിദ് ഏതെങ്കിലും കമ്പനിക്ക് വേണ്ടി സോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് മനസ്സിലാക്കുക. അതായത് എൻ്റെ അടുത്തേക്ക് വന്ന ഈ സ്കിൻ കെയർ ക്ലിനിക്ക് കോഴിക്കോടാണ്, അല്ലെങ്കിൽ മലപ്പുറത്താണ്, അല്ലെങ്കിൽ എറണാകുളത്താണ്. എറണാകുളത്ത് ബാക്കി എത്ര സ്കിൻ കെയർ ക്ലിനിക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അവരുടെയൊക്കെ ഗൂഗിൾ പേജിൽ പോവുക. ചില ക്ലിനിക്കിന് ഗൂഗിൾ പേജ് പോലും ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ ജോലി, ഡിജിറ്റൽ മാർക്കറ്ററുടെ ജോലി എന്താണ്? ഡിജിറ്റലി ആഡ് കൊടുക്കുക എന്നുള്ളതാണ്. സോ അവർ നമ്മൾ കോമ്പറ്റീറ്ററായിട്ട് കണക്കാക്കണ്ട. ഡിജിറ്റലി ആഡ് കൊടുത്തിട്ട് ഡിജിറ്റൽ ഉപയോഗിക്കുന്ന നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് നമ്മൾ സർവീസ് ചെയ്യാൻ പോകുന്ന ഈ ക്ലിനിക്കിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ജോലി. സോ പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. അതൊക്കെ മാറി. ലോകം ഇത്രയും മാറിയില്ലേ? ഓക്കെ, ഇവിടെ ഇരുന്ന് ഞാൻ സംസാരിക്കുന്നു, അങ്ങനെ എവിടെയൊക്കെ ഇരുന്നിട്ട് നിങ്ങളിത് കേൾക്കുന്നു, നമ്മൾ ഇൻറ്ററാക്ട് ചെയ്യുന്നു. ലോകം ഒരുപാട് മാറില്ലേ? ഇനി ഒരുപാട് മാറും ലോകം. സോ അത് നോക്കണ്ട. ഓൺലൈനിലുള്ള ആളുകളെ മുഴുവൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കോമ്പറ്റീറ്റർ അനാലിസിസ് അല്ലെങ്കിൽ കോമ്പറ്റീറ്റർ സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ ത്രൂ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്താണ് ഇതിൻ്റെ ഫീസിബിലിറ്റി? അതായത് മറ്റുള്ള ആളുകൾ ഓഫർ ചെയ്യാത്ത എന്താണ് എൻ്റെ ക്ലയൻറ്റ് ഓഫർ ചെയ്യുന്നത്, അവർക്ക് ഇല്ലാത്ത എന്താണ് എൻ്റെ ക്ലയൻറ്റ് കയ്യിലുള്ളത്, അവരെന്താണ് കൂടുതൽ ഓഫർ ചെയ്യുന്നത്, എന്തുകൊണ്ട് ഈ സ്കിൻ കെയർ ക്ലിനിക്കും ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ്, ഒരു പെർട്ടിക്കുലർ പ്രശ്നം ഓഫർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ പെർട്ടിക്കുലർ പ്രശ്നം അനുഭവിക്കുന്ന ഒരു വലിയ ടാർഗറ്റ് ഓഡിയൻസ് പുറത്തുണ്ട് എന്നുള്ളത്. കാരണം ഒരേ സർവീസ് കൊടുക്കുന്ന ഒരുപാട് കമ്പനികളുണ്ട്. ഇപ്പോൾ സ്കിൻ കെയർ ക്ലിനിക്ക് എന്ന് പറഞ്ഞ് നിങ്ങൾ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ 10-30 കിട്ടും നിങ്ങൾക്ക് ഒരു നാട്ടിൽ തന്നെ. വലിയ വലിയ പട്ടണങ്ങളൊക്കെ ആണെങ്കിൽ ഒരുപാടുണ്ടാവും. അതിൻ്റെ കാരണം എന്താണ്? അത്രയും ആളുകൾ ആ സർവീസ് ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതിന് ശേഷം നമ്മൾ കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ വി നീഡ് ടു ആസ്ക് ദം ഫ്യൂ ക്വസ്റ്റ്യൻസ്. അതായത് നമ്മുടെ ക്ലയൻറ്റിൻ്റെ അടുത്ത് നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണം. അവർക്ക് പെർ ഡേ എത്ര പേര് OPയിൽ അല്ലെങ്കിൽ പെർ ഡേ എത്ര പേര് ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി വരുന്നുണ്ട്? സിമ്പിൾ ചോദ്യമാണ്. അത് എന്തായാലും അവർ പറയും. ചിലപ്പോൾ അവർ പറയും 20 വരുന്നുണ്ട്, ചിലപ്പോൾ 30 പേര് വരുന്നുണ്ട്, അല്ലെങ്കിൽ 10 പേര് വരുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക. എന്ന് വെച്ചാൽ ഡേറ്റ് എഴുതിയിട്ട് അതവിടെ നോട്ട് ചെയ്ത് വെക്കുക. ഇന്ന ഡേറ്റിന് 10 പേര് പെർ ഡേ അവിടെ വരുന്നുണ്ട്. നിങ്ങൾ പെർഫോമൻസ് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞ് വീണ്ടും അതിൻ്റെ ഇവാലുവേഷൻ എടുക്കുക. 10 പേരിൽ നിന്ന് 20 പേരാണ് നിങ്ങളാക്കിയിരിക്കുന്നതെങ്കിൽ യു ആർ ദേർ, നിങ്ങളവിടെ സക്സസ് ആയിരിക്കുക. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ കാര്യങ്ങൾ? ഞാൻ നിങ്ങൾക്ക് ഇതിനെ കുറച്ച് മെട്രിക്സാണ് പറഞ്ഞിരുന്നത്. ഒരു പെർഫോമൻസ് മാർക്കറ്റർ ചെയ്യേണ്ട കുറച്ച് മെട്രിക്സാണ് പറഞ്ഞത്. അത് ഞാൻ ഇമോഷണൽ മാർക്കറ്റിങ്ങിനെ പറ്റി പറഞ്ഞു. ആ ഇമോഷണൽ മാർക്കറ്റിംഗ് എന്താണ് നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ അടുത്ത സെഷനിലേക്ക് നമുക്ക് മനസ്സിലാവും. രണ്ടാമത് ഞാൻ നിങ്ങളോട് അവരുടെ USPസിനെ പറ്റി പറഞ്ഞു. അവർ എന്തൊക്കെയാണ് ഓഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അവരുടെ സോട്ട് അനാലിസിസ്, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെട്ട്, ഈ 4 കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഈ സ്പീഡിൽ പറഞ്ഞു പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ റെക്കോർഡിംഗ് ലഭ്യമായിരിക്കും. പിന്നെ അധിക സമയം നമ്മളിത് വലിച്ച് നീട്ടിക്കഴിഞ്ഞാൽ ബോറടിക്കും. ഏത് സബ്ജക്റ്റും ബോറടിക്കും. കുറേ നേരം നമുക്കിത് കേട്ടിരിക്കാൻ പറ്റും. എത്ര ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആണെങ്കിലും വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് ബോറടിക്കും. അതുകൊണ്ടാണ് അധികം വലിച്ചു നീട്ടാതെ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. പക്ഷേ ഇതെല്ലാം നമ്മൾ ഇലോബറേറ്റ് ചെയ്യും. അടുത്ത സെഷനിലായിട്ട് ഇതൊക്കെ നമ്മൾ ഇലോബറേറ്റ് ചെയ്ത് കൊണ്ടുവരും. നിങ്ങൾ നല്ല പെർഫോമൻസ് മാർക്കറ്ററാക്കിയിട്ട് ഈ വെബിനാർ അവസാനിക്കുള്ളൂ. ഈ സെഷൻസ്. ഇതിപ്പോൾ സെക്കൻഡ് സെഷനാണ്, 3rd ഉണ്ടാവും, 4th ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ഇമോഷണൽ മാർക്കറ്റിംഗ്.
പുറത്തുനിന്ന് അവിടെ നിൽക്കുന്ന ആളുകൾക്ക് എന്താണോ പ്രശ്നം അത് കറക്റ്റായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കുന്ന പ്രശ്നം അതിനുള്ള സൊല്യൂഷൻസ് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്ന് നോക്കുക. കൊടുക്കുന്നുണ്ടെങ്കിൽ അവരെ പേജ് നോക്കുക, അവരെ ഗൂഗിൾ റിവ്യൂസ് നോക്കുക, എന്തെങ്കിലും മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതെന്താണ് പറയുന്നത് ശ്രദ്ധിക്കുക. അവരെ സോഷ്യൽ മീഡിയ പേജുകളിൽ പോയി അവരുടെ ടെസ്റ്റിമോണിയൽസ് കിട്ടും. അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ കോമ്പറ്റീറ്ററെ പറ്റി പഠിക്കാതെയാണ് നിങ്ങൾ പെർഫോമൻസ് മാർക്കറ്റിന് ഇറങ്ങുന്നതെങ്കിൽ അത് ഫ്ലോപ്പായിരിക്കും. ബിസിനസ്സിൽ അതിന് ഓസ്ട്രിച്ച് മൈൻഡ് സെറ്റ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഓസ്ട്രിച്ച് പക്ഷിയെ പറ്റി കണ്ടിട്ടുണ്ടോ? അവർ കുഴി കുത്തിയിട്ട് കുയിൽ തലപൂത്തി നിൽക്കും. എന്ന് പറഞ്ഞാൽ അവരൊന്നും കാണുന്നില്ല, അതുകൊണ്ട് ആരും എന്നെ കാണുന്നില്ല എന്ന ചിന്തയാണ്. പൂച്ച കണ്ണടിച്ച് പാല് കുടിക്കുന്നത് പോലെ. അതൊരിക്കലും ചെയ്യരുത്. ശരിക്കും ഒരു പ്രൊഡക്റ്റാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതെങ്കിൽ, ഒരു സർവീസാണ് നിങ്ങളുടെ കയ്യിൽ വരുന്നതെങ്കിൽ, ഒരു സർവീസ് പ്രൊവൈഡർ ആയിരിക്കാം, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് പല ഇതിലുള്ള കച്ചവടങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അവരെ കോമ്പറ്റീറ്ററെ പറ്റി നന്നായി പഠിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു നല്ല പെർഫോമൻസ് അവർക്ക് വേണ്ടി കാഴ്ചവെക്കാൻ പറ്റുള്ളൂ. ഇത്രയും പറഞ്ഞതിൽ ആർക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? താങ്ക് യു പ്രവീൺ. എനിവൺ എൽസ്? റാഷിദ്, റിസ്വാൻ, ഇഷ്റത്ത്? മനസ്സിലായി. ക്ലിയർ ആണ്. ഓക്കെ, ഗുഡ്. താങ്ക് യു ശ്യാം. ഗ്രേറ്റ്. ഇനി ഞാനൊരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ ഈ സെഷനിൽ വന്നിരിക്കുന്നുണ്ട്, ഈ വെബിനാറിൽ വന്നിരിക്കുന്നുണ്ട്. ആർക്കൊക്കെയാണ് പെർഫോമൻസ് മാർക്കറ്റിങ്ങിനെ പറ്റി ഡീപ്പായിട്ട് പഠിച്ചാൽ കൊള്ളാം എന്നാഗ്രഹമുള്ള ആളുകൾ? ഒന്ന് ടൈപ്പ് ചെയ്ത് അയച്ചോളൂ. ഓക്കെ, ഗ്രേറ്റ്. പ്രവീൺ, ശ്രീരാഗ്, ശ്യാം, ഫാത്തിമ, സഹറ. ഓക്കെ ഓക്കെ, ഗ്രേറ്റ്. ഒരുപാട് പേരിപ്പോൾ കമൻറ്റിൽ വരുന്നുണ്ട്, കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, ഗുഡ്. ഞാൻ എന്നെപ്പറ്റി പറയാം. എൻ്റെ പേര് ഷഹൂർ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഷഹൂർ അലി. ഞാൻ ലൗഡ് EMC എന്ന് പറഞ്ഞ അഡ്വർടൈസിങ് ഏജൻസിയുടെ ഓണറാണ്, ഫൗണ്ടർ കം ഓണർ. ഞങ്ങൾ കഴിഞ്ഞ 8 വർഷമായിട്ട് മാർക്കറ്റിലുണ്ട്. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം, കേട്ടിട്ടുണ്ടാവാം. ചിലപ്പോൾ ഞങ്ങളെ പറ്റി അറിയാത്തവരുണ്ടാവാം, അറിയാത്തവരായിരിക്കും കൂടുതലുണ്ടാവുക. കാരണം ഞങ്ങൾ ഈ അടുത്ത കാലത്താണ് ഒന്ന് സോഷ്യൽ മീഡിയയിൽ എക്സ്പോഷറായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നുവെച്ചാൽ ഞങ്ങളെ സെൽഫിനെ ഞങ്ങൾ പ്ലേസ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത് ഈ അടുത്ത കാലത്തായിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ 7 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഫേസ് ചെയ്ത വലിയൊരു പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ, എൻ്റെ കമ്പനിയിലേക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സിനെ ഹയർ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഫസ്റ്റ് ഇൻ്റർവ്യൂ പാസ്സാവും, സെക്കൻഡ് ഇൻ്റർവ്യൂ എൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ അവിടെ അവർക്ക് എന്തോ, ഞാൻ ഒരുപക്ഷെ എൻ്റെ എക്സ്പെക്റ്റേഷൻ കൂടുതലായത് കൊണ്ടാണെന്ന് അറിയില്ല, പക്ഷേ ഞാൻ ഈ മേഖലയിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോൾ അവരും ഇതേ പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഉള്ള ഒരു എംപ്ലോയിനെ കിട്ടുന്നില്ല. അങ്ങനെ ഒരു പ്രയാസത്തിൽ വന്നപ്പോഴാണ് എന്തുകൊണ്ട് ക്വാളിറ്റിയുള്ള എംപ്ലോയീസിനെ നമുക്ക് തന്നെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റില്ല എന്നുള്ള തോന്നലിൽ നിന്നാണ് ഡി അക്കാദമിയുടെ ഒരാശയം മുൻപിലേക്ക് വരുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ഡി അക്കാദമി സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ ലൗഡ് EMCക്ക് ഇവിടെ ഓഫീസുണ്ട്, ദുബായിൽ ഓഫീസുണ്ട്. ദുബായിലും ഇത് തന്നെയാണ് അവസ്ഥ. ദുബായിലെ പല കാര്യങ്ങൾ ഞങ്ങൾ ഇവിടുന്ന് VPN കണക്ട് ചെയ്തിട്ട് ഇവിടുന്ന് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ടെൽ ദ ട്രൂത്ത്. കാരണം അതൊന്നും മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെല്ലാം ഇനി ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ കണ്ടെത്തിയൊരു പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ അതിനുള്ള സൊല്യൂഷനാണ് ഞാൻ തരുന്നത്. ഓക്കെ, ഇതൊരു ഇമോഷണൽ മാർക്കറ്റിംഗ് ആയിട്ട് കരുതിക്കോളൂ. നിങ്ങളെ ഞാൻ മാർക്കറ്റ് ചെയ്യണം. അതായത് അവിടെ ഞങ്ങൾ കണ്ടെത്തിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും പഠിച്ചിറങ്ങുന്നുണ്ട്, സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, ഇങ്ങനെയുള്ള എല്ലാ സംഗതികളും എല്ലാവരുടെ കയ്യിലും ഉണ്ട്. പക്ഷേ ഒരു റിയൽ സിനാരിയിലേക്ക് എത്തുമ്പോൾ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റണില്ല.
ഒരു പോസ്റ്റർ നിങ്ങളെ കയ്യിൽ കിട്ടുമ്പോൾ അത് അനലൈസ് ചെയ്യാൻ പറ്റണില്ല. ഈ പോസ്റ്റർ എൻ്റെ ക്ലയൻറ്റിന് പറ്റിയ പോസ്റ്റർ ആണോ, അല്ലെങ്കിൽ കാരണം പോസ്റ്റർ ഡിസൈൻ ചെയ്ത് വേറെ ആൾ തരുന്നതായിരിക്കും, ചിലപ്പോൾ അവരെ ഏജൻസി ഡിസൈൻ ചെയ്ത് തരുമായിരിക്കും, എന്നിട്ട് നിങ്ങളോട് പെർഫോമൻസ് മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി പറയും. അവിടെ നിങ്ങൾ പെടും. കാരണം ഇത് ഞാൻ ഞാൻ ചെയ്തിരിക്കുന്ന എൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡിയും എൻ്റെ സോട്ട് അനാലിസിസും എൻ്റെ കോമ്പറ്റീറ്റീവ് സ്റ്റഡിയും എൻ്റെ ഇമോഷണൽ മാർക്കറ്റിങ്ങിൻ്റെ സ്റ്റഡിയും ഒന്നും ഇവിടെ ഈ പോസ്റ്ററിൽ വന്നിട്ടില്ല. ഇത് വെച്ച് ഞാൻ എങ്ങനെയാണ് പെർഫോമൻസ് മാർക്കറ്റിംഗ് ചെയ്യുക, ഇത് വെച്ച് ഞാൻ എങ്ങനെയാണ് ക്വാളിറ്റി ലീഡ് കൊടുക്കുക. ക്വാളിറ്റി ലീഡ് വരണമെങ്കിൽ അത് കറക്റ്റായിട്ടുള്ള ആളുകൾക്ക് എത്തിയിട്ട് അവർക്കത് മനസ്സിലാവണം. കറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം ആ പോസ്റ്ററിൽ, ആ വീഡിയോ. ഇതൊന്നുമില്ലാതെ ഞാനെങ്ങനെ ലീഡ് കൊടുക്കുക എന്നുള്ള ഒരുപാട് സംശയങ്ങൾ ആളുകളുടെ മനസ്സിലുണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കാദമി ആയിട്ടുള്ള ഡി അക്കാദമി സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. അതായത് ബേസിക് പാക്കേജ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ്, പെർഫോമൻസ് മാർക്കറ്റിംഗ് ആവട്ടെ, ഗ്രോത്ത് മാർക്കറ്റിംഗ് ആവട്ടെ, സോ ഓൺ, ദർ ആർ പ്ലെൻറ്റി ഓഫ് തിങ്സ്. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പല കമ്പനികൾക്കും വേണ്ടിയത് ഇപ്പോൾ പെർഫോമൻസ് മാർക്കറ്റിംഗാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന ആ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ഒരു ക്ലാസ്, ഡെമോ ക്ലാസ് കിട്ടും. താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളിവിടെ കൂടാം, കൂടുതൽ പഠിക്കാം. ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയല്ല. ഇതിനോടനുബന്ധിച്ച് ഇപ്പോൾ നമ്മൾ ആദ്യം പെർഫോമൻസ് മാർക്കറ്റിനെ പറ്റി പറഞ്ഞു, ഇപ്പോൾ ഇമോഷണൽ മാർക്കറ്റിംഗിലേക്ക് എത്തി, അതെങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. ഇനി ഞങ്ങൾ ഇൻഷാ അല്ലാഹ് എന്ന് പറയും 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കുറേ കൂടി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതൊരു 4-5-6 സെഷനിലേക്ക് പോവും. പക്ഷേ ഞങ്ങളോട് പഠിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു എലോബറേറ്റഡ് വേർഷനാണ്. നിങ്ങൾ എൻ്റെ ഈ വെബിനാർ കണ്ടതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ റെക്കോർഡിങ് കണ്ടതുകൊണ്ട് ഒരു 100% പെർഫോമൻസ് മാർക്കറ്റായി മാറാൻ കഴിയില്ല. അത് എക്സ്പീരിയൻസ് ചെയ്യണം. സെയിൽസിലൊരു വാക്യമുണ്ട്, നിങ്ങൾ എന്നോട് മണിക്കൂറുകൾ സംസാരിച്ചാലും എനിക്ക് മനസ്സിലാവില്ല, പക്ഷെ നിങ്ങൾ എനിക്കതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ കൊടുക്കും, അപ്പോൾ എനിക്കത് മനസ്സിലാവുന്നതാണ്. ആ എക്സ്പീരിയൻസാണ് ഞങ്ങളിവിടെ ഡി അക്കാദമിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സമയം കണ്ടിരിക്കുന്നത് 40 മിനിറ്റാണ്. 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആക്ച്വലി 2 മിനിറ്റ് വൈകി നമ്മൾ തുടങ്ങിയത്. എന്നിരുന്നാലും ഇനി ഇതിൻ്റെ ബാക്കിയുള്ള സെഷൻസ് അടുത്ത വട്ടം നിങ്ങളവർ കോൺടാക്റ്റ് ചെയ്യും, ഡി അക്കാദമിയിൽ അവർ കോൺടാക്റ്റ് ചെയ്യും. അവർ പറയും എപ്പോഴാണ് അടുത്ത സെഷൻസ് ഉണ്ടാവുക എന്നുള്ളത്. പിന്നെ നേരിൽ കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഞങ്ങൾ ഓഫീസ് കോഴിക്കോടാണ്, എരഞ്ഞിപ്പാലത്താണ്. ഇവിടെ വരാം, നമുക്കൊന്ന് ഇരിക്കാം, സംസാരിക്കാം. എസ്പെഷ്യലി റാഷിദ്, റിസ്വാൻ, പ്രവീൺ, അങ്ങനെ നിങ്ങൾ ഒരുപാട് പേര് മിണ്ടായിരുന്ന ആൾക്കാരുണ്ട്. ഒരു പക്ഷേ ഒരു ഗ്രൂപ്പിലിരിക്കുമ്പോൾ മിണ്ടാൻ മടിയുണ്ടാവും, സംസാരിക്കാൻ മടിയുണ്ടാവും. അങ്ങനെ സംസാരിക്കാതിരുന്ന ആളുകൾക്ക് നേരിട്ടൊന്ന് സംസാരിക്കാം. ഞങ്ങളിവിടെ കോഴിക്കോട് എരഞ്ഞിപ്പാലത്താണ്. സോ ഇത്രയും നേരം സംസാരിച്ചതിൽ ഒരു സംശയവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്കിത് വൈൻഡപ്പ് ചെയ്താലോ? ഇൻഷാ അല്ലാഹ് റിസ്വാൻ, യു ആർ മോസ്റ്റ് വെൽക്കം. ഒരു ചായ എൻ്റെ വക. പ്രവീണ് ഉച്ചക്ക് വരാണെങ്കിൽ ബിരിയാണി. ഓക്കെ, അപ്പോൾ നമുക്കിത് വൈൻഡപ്പ് ചെയ്താലോ? മാന്തി തരൂല, എനിക്കിഷ്ടമല്ല. anyone else? ഓക്കെ, അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിക്കുക, ബന്ധപ്പെടുക, കോൺടാക്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് സ്പെഷ്യലൈസ്ഡ് കോഴ്സുകൾ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതേ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അവർ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. ഒരു മോക്കപ്പ് ക്ലാസ് ഉണ്ടാവും. അതിനുശേഷം വിൽ ടേക്ക് യു ദർ. ഓക്കെ, ഇപ്പോൾ ഞാൻ അതിൻ്റെ പേട്ടെ ഓൾ ഗുഡ്. ആരൊന്നും പറയുന്നില്ലല്ലോ. ഓക്കെ, താങ്ക് യു റിസ്വാൻ. Thank you everyone. Thank you. Have a nice week and thank you very much.